മനീഷ്, എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ അവിടെ നിൽക്കേണ്ടതില്ല എന്ന് ബി.ജെ.പി. പ്രവർത്തകർ പറയുന്നത്? ഹാഷ്മി, നിൽക്കേണ്ടതില്ല എന്ന പ്രതികരണം മാത്രമല്ല ബി.ജെ.പി. പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായത്. മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു. അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അകത്ത് ഉണ്ടായിരുന്ന റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ ആകെ അവിടെ നിന്ന് തള്ളി മാറ്റി അവിടെ നിന്ന് ആക്രമിക്കുന്ന നിലയിലെത്തി. നമ്മുടെ ക്യാമറമാൻ രാജ് കിരൺ അടക്കമുള്ള ആളുകൾക്ക് മർദ്ദനം ഏറ്റിട്ടുണ്ട്. അദ്ദേഹത്തിനെ മുഖത്തടിച്ചു എന്നാണ് പറയുന്നത്. എന്താ പറ്റി? ഇറങ്ങി വരുമ്പോഴത്തേക്കും തലയിലടിച്ചായിരുന്നു. ഇവിടെ ഏറ്റവും താഴെ വന്നപ്പോഴത്തേക്കും ബാക്കിയുള്ള മാധ്യമപ്രവർത്തകരുടെ ക്യാമറ കൂടെ അടിച്ചു പൊട്ടിക്കുകയും ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഓടി രക്ഷപ്പെടുകയും ചെയ്ത് ഇങ്ങോട്ട് മാറിയിരിക്കുകയും ചെയ്തത്. രാജ് കിരണിന് മാത്രമല്ല, ഒട്ടേറെ ക്യാമറാമാൻ, മാധ്യമപ്രവർത്തകർ അടക്കമുള്ള ആളുകൾക്ക് ഇവിടെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരുടെ ഉപകരണം അടക്കം താഴെ നിലത്ത് വീണ് നശിച്ചിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഹാഷ്മി ആ വാർത്ത എന്നോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴടക്കം നമുക്ക് ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിൽ ചില വിഷയങ്ങളുണ്ടായിരുന്നു. കാരണം നമ്മളത് ആ വാർത്തയെപ്പറ്റി ഉള്ള കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പലരും നമ്മളെ നോക്കി കണ്ണുരുട്ടുകയും നമ്മളെ പല രീതിയിലുള്ള ഭീഷണി തരത്തിലുള്ള ആംഗ്യങ്ങളും കാട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ വാർത്ത മുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനടക്കമുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ടാണ് ബി.ജെ.പിയെ സംബന്ധിക്കുന്ന ഈ ആത്മഹത്യാ കുറിപ്പിലെ സൂചനകളെ സംബന്ധിച്ചിട്ട് കാര്യങ്ങൾ വ്യക്തമായി പറയാൻ സാധിക്കാതെ വന്നത്. പിന്നീട് ഈ വാർത്ത കൊടുത്ത ശേഷം ഈ മാധ്യമപ്രവർത്തകർ ആരെങ്കിലും ഈ സൂയിസൈഡ് നോട്ട് കണ്ടിരുന്ന മനഃപൂർവ്വമായി ബി.ജെ.പിക്കെതിരെയുള്ള വാർത്തകൾ പടച്ചു വിടുകയാണെന്ന രീതിയിലുള്ള പ്രതികരണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായിരുന്നു. നിലവിൽ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിൽ ഉണ്ടായിരുന്ന മുഴുവൻ മാധ്യമപ്രവർത്തകരെയും അവിടെ നിന്ന് കയ്യേറ്റം ചെയ്തു, അവിടെ നിന്ന് താഴേക്കിറക്കി. ഒപ്പം തന്നെ ഈ മാധ്യമപ്രവർത്തകർ ഇറങ്ങിപ്പോകുന്ന ഘട്ടത്തിലും പലരെയും, അതായത് നമ്മുടെ ക്യാമറമാൻ രാജ് കിരൺ അടക്കമുള്ള പലരെയും ആക്രമിച്ചു. നിലവിൽ ഈ ഫോട്ടോഗ്രാഫറായിട്ടുള്ള, അതായത് KWG പ്രതി അടക്കമുള്ള ആളുകൾക്ക് ഇതിൽ താഴെ നിന്ന് മർദ്ദനമേറ്റിട്ടുണ്ട്. എന്തായാലും സംഭവിച്ചത് അതവിടെ നമ്മുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ അവിടുന്ന് പിടിച്ചു തള്ളി സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് വീഴാണ്. ക്യാമറയുടെ ലെൻസ് ഉൾപ്പെടെ പൊട്ടുകയാണ്. ഏതെങ്കിലും തരത്തിൽ മാധ്യമപ്രവർത്തകർ ഒരു തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കിയിരുന്നു? ഒരു പ്രകോപനവുമില്ല. അതൊരു എന്താ വസ്തുത എന്നറിയാതെ വെറുതെ ആവശ്യമില്ലാതെ ഒരു ബഹളം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അതായത് പല മാധ്യമപ്രവർത്തകർ ഈ സ്റ്റെയറിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ അവിടെ നിലത്ത് വീഴുകയുണ്ടായി. പലരുടെയും ക്യാമറ പൊട്ടിയിട്ടുണ്ട്, പലർക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. അത് വാക്പോര് മാത്രമല്ല, മർദ്ദിച്ചു മാധ്യമപ്രവർത്തകരെ ബി.ജെ.പി. പ്രവർത്തകർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.